ഹൃദയവിശുദ്ധി, ഹൃദയവിശാലത അതിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഹൃദയം എന്താണ്, ആത്മാവിന് ഹൃദയത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, ആ ഹൃദയ വിശാലത നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കയ്യിലാക്കി കഴിഞ്ഞാൽ, ലോകത്തെ എല്ലാത്തിനെയും നിങ്ങൾ കയ്യിലാക്കി. ലോകത്തെ സകല സകല ആരാധനാലയങ്ങളെയും നിങ്ങൾ എടുത്തോളൂ, സകല ആരാധനാലയങ്ങളെയും. അതിനേക്കാൾ എല്ലാം ശക്തിയുള്ള ഒരു സംഭവമാണ് നിങ്ങളുടെ ഹൃദയം എന്ന് പറയുന്നത്. ഹൃദയത്തിൽ കുടികൊള്ളുന്ന നിങ്ങളുടെ സോൾ, ലോകത്തിന്റെ സത്യം അല്ലെങ്കിൽ യൂണിവേഴ്സ്, സീക്രട്ട് ഓഫ് യൂണിവേഴ്സ്, പ്രപഞ്ച രഹസ്യം തേടിയിറങ്ങിയ മുഴുവൻ ആളുകളും കണ്ടെത്തിയത് അതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ തിളങ്ങുന്ന ഒരു ശക്തിയുണ്ട്. അതിനേക്കാൾ ശക്തി ലോകത്ത് ഒന്നിനുമില്ല. അതുകൊണ്ടാണ് മലയാളത്തിൽ ഒരു കവി പാടിയത്, അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലേക്ക് എത്തണം. പക്ഷെ നിങ്ങൾക്ക് ആർക്കും അത് നമ്മൾ കേട്ടു പഠിച്ചപ്പോ നമ്മൾ വിചാരിച്ചു തന്നെ അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിൽ. നമ്മൾ വിചാരിച്ച ആ ഈ തറ പറ ഇതാണ് അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ എത്തിയെന്നാണ് നമ്മൾ വിചാരിച്ചത്. എല്ലാരും വിചാരിച്ചത്, 100-ൽ 100 പേരും വിചാരിച്ചത് അതാണെന്നാണ്. അതല്ല ആ കവി ഉദ്ദേശിച്ചത്, അതല്ല അകക്കണ്ണ്. നിങ്ങൾ പഠിച്ച പുസ്തകങ്ങളും നിങ്ങൾ പഠിച്ച ലോജിക്കും ഒന്നുമല്ല. അതുകൊണ്ടാണ് നിങ്ങൾ വിഷമിക്കേണ്ടി വരുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഇമോഷൻസ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നത്. ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് വിഷമങ്ങൾ ഇല്ലാതാക്കാൻ. ഇതൊക്കെ കഴിയുമെന്ന് നമുക്ക് ബോധ്യമുണ്ട്. പക്ഷെ കഴിയാൻ പറ്റാതെ നിങ്ങൾ ഇപ്പോഴും ആ പുറത്ത് പഠിച്ച ആ തറ പറ ഇതിനകത്താണ് നിങ്ങൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും, നിങ്ങളുടെ മെമ്മറി ഫുള്ളാണ്. ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് നേടിക്കഴിഞ്ഞു. മെമ്മറി കാർഡ് എല്ലാം നിങ്ങളുടെ ഫുള്ളാ. പക്ഷെ സിം ഇട്ടിട്ടില്ല. സിം ഇടാതെ എങ്ങനെയാ കണക്ഷൻ കിട്ടുക? സിം ഇടാതെ എങ്ങനെയാ വിളിക്കാൻ പറ്റുക? സിം ഇടുന്ന പ്രോസസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിം കാർഡ് ഇടുകയാണ്. സിം കാർഡ് ഇടുമ്പോൾ ആ വെളിച്ചം കിട്ടും നിങ്ങൾക്ക്. ഒരുപാട് അറിവ് നേടിയതുകൊണ്ടോ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടൊന്നും ആത്മജ്ഞാനവും സന്തോഷവും സമാധാനവും ഒന്നും കിട്ടൂല. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ചിന്തകളെ ഇല്ലാതാക്കാൻ കഴിയാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നിങ്ങളുടെ വാക്കുകളിൽ, നിങ്ങളുടെ ചിന്തകളിൽ, നിങ്ങളുടെ സ്വപ്നങ്ങളിൽ എല്ലാം നിങ്ങൾ ഈ പറയുന്ന നെഗറ്റിവിറ്റി അല്ലെങ്കിൽ പൈശാചികത ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ ആത്മാവ് ഇപ്പോഴും ആ സൂപ്പർ പവറിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സോൾ അവേക്കനിങ് പ്രോഗ്രാം എന്ന പ്രോഗ്രാം വെക്കുന്നത്. നിങ്ങളെ സൂപ്പർ പവറിലേക്ക്, നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ, നിങ്ങൾ എന്ത് പേരിട്ട് നിങ്ങൾക്ക് അതിനെ വിളിക്കാം. ഇപ്പൊ ഈ ഞാൻ പറയും പോലെ എങ്ങനെയാണ് ഈശ്വരൻ, അള്ളാഹു, ദൈവം, യഹോവ, ഇലാഹ്, റബ്ബ്, അങ്ങനെ പല പേരുകൾ വിളിക്കുന്നുണ്ടെങ്കിലും ഈശ്വരൻ ഒരേ ഒരാള് തന്നെയാണ്. അതേ രീതി തന്നെയാണ് നിങ്ങളുടെ ആത്മാവും. നിങ്ങൾ പല പേരിലൂടെ അറിയപ്പെടും. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും, ഡീപ്പ് മൈൻഡ് എന്ന് പറയും, മനഃശക്തി എന്ന് പറയും, സോൾ എന്ന് പറയും. എന്ത് പറഞ്ഞാലും അത് നിങ്ങളുടെ ആത്മാവാണ്. അതിനെ നിങ്ങൾ പ്രകാശിപ്പിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെല്ലാം ഒഴിവാക്കാൻ പറ്റും.